ഹായ് ഓൾ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അലവൻസ് എക്സംപ്റ്റ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ് അല്ലെങ്കിൽ പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസസ് ആയിരുന്നു. അതിൽ ഹൗസ് റെൻറ്റ് അലവൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ ബാക്കിയുള്ള പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസസ് അല്ലെങ്കിൽ അലവൻസസ് എക്സംപ്റ്റ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്ന രണ്ടാമത്താണ്, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഹൗസ് റെൻറ്റ് അലവൻസ് ആണ്. രണ്ടാമത്താണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഓക്കെ, entertainment allowance received by an employee is first included in the salary and deduction is allowed. ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഒരു എംപ്ലോയി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് സാലറിയിൽ കാണിക്കും. അതിനുശേഷം ലാസ്റ്റ് എക്സംഷൻ കിട്ടുന്ന ഡിഡക്ഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ലാസ്റ്റ് ഇൻകം ഫ്രം സാലറിയിൽ ലാസ്റ്റ് നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കുക ചെയ്യുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പം ജസ്റ്റ് അലവൻസുകൾ, പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളത് എന്തിൽ ഉൾപ്പെടുത്തും? സാലറിയിൽ നമ്മൾ ഉൾപ്പെടുത്തും. ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളത് ഉൾപ്പെടുത്തും. അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഡിഡക്ഷനായിട്ട് ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഡിഡക്ഷൻ ഈസ് അലൗഡ് ഓൺലി ടു ഗവൺമെൻറ് എംപ്ലോയീസ്. ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൽ ഡിഡക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ എക്സംഷൻ കിട്ടുന്നത് ആർക്ക് മാത്രമാണ്? ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിന് ഈ എക്സംഷൻ ഉണ്ടാകില്ല. അവരെ സംബന്ധിച്ച് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഇനി എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് ഡിഡക്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ദി ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ആസ് ഫോളോസ്. ദി ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് വിൽ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഫ്രം ദ ഗ്രോസ് സാലറി ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ് ഡിഡക്ഷൻ ഉണ്ടാവുക എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ കേസിൽ. അപ്പോൾ ഗ്രോസ് സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ് ചെയ്യുന്ന ഗവൺമെൻറ് എംപ്ലോയീസിന്. അപ്പോൾ ഏത് എമൗണ്ടാണ് ഡിഡക്റ്റ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഈ 3 എണ്ണം ഞാൻ പറഞ്ഞു, 1, 2, 3 നമ്പർ ഇട്ടിട്ടുള്ള 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണത്തിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ, ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഏതാണോ അതാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് 5,000 പെർ ആനം, രണ്ടാമത്തെ കേസ് 20% ഓഫ് ബേസിക് സാലറി, മൂന്നാമത്തെ എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആക്ച്വലി റിസീവ്ഡ്. ഓക്കെ, 5,000 പെർ ആനം, പിന്നെ 20% ഓഫ് ബേസിക് സാലറി, പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എത്രയാണോ റിസീവ് ചെയ്തത് അത്. ഈ 3 എണ്ണത്തിൽ ഏറ്റവും ലീസ്റ്റ്, ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ കിട്ടുന്നത് അതാണ് ലാസ്റ്റ് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ് ചെയ്യുന്ന ഗവൺമെൻറ് എംപ്ലോയീസിന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ സാലറി 20% ബേസിക് സാലറി എന്ന് പറഞ്ഞു. ഇവിടെ ബേസിക് സാലറി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ HRAയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, കമ്മീഷൻ ഓൺ ടേൺ ഓവർ, ഇതൊക്കെ അവിടെ സാലറി എന്ന് പറയുന്നതിൽ വരുമെന്ന്. പക്ഷേ ഇവിടെ സാലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബേസിക് സാലറി മാത്രമാണ്. ഓക്കെ, in case of any other employees who is not a government servant, no such deduction is available. ഓക്കെ, ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്ത ഒരാൾക്ക് ഈ ഡിഡക്ഷൻ അലൗഡ് ആയിരിക്കില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് മൂന്നാമത്തെ, അപ്പോൾ നമ്മൾ HRA പറഞ്ഞു ഹൗസ് റെൻറ്റ് അലവൻസ് പാർട്ട്ലി എക്സംപ്റ്റഡ് ആണ് അല്ലെങ്കിൽ അലവൻസസ് എക്സംപ്റ്റ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റിൽ വരുന്നതാണ്. രണ്ടാമത് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് സ്പെഷ്യൽ അലവൻസസ് ടു മീറ്റ് സെർട്ടൈൻ എക്സ്പെൻഡിച്ചർ. അതായത് ചില എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലവൻസുകളുണ്ട്. There are 2 types of special allowances. 2 type of special allowanceകളാണുള്ളത്. സ്പെഷ്യൽ അലവൻസസ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ്. അതായത് ഓഫീസ് ഡ്യൂട്ടി പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലവൻസ്, അതായത് ഒഫീഷ്യലായിട്ട് കിട്ടുന്നത്. അതായത് നമ്മൾ എന്താണ് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന അലവൻസാണ് ഈ സ്പെഷ്യൽ അലവൻസ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ്. അടുത്ത സ്പെഷ്യൽ അലവൻസസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസ്. അത് നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന അലവൻസാണ്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് ഒഫീഷ്യലായിട്ടുള്ള, അതായത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന അലവൻസാണ്. മറ്റേത് രണ്ടാമത് പറഞ്ഞ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കിട്ടുന്ന സ്പെഷ്യൽ അലവൻസുകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ അലവൻസസ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ്. അതായത് ഒഫീഷ്യലായിട്ട് കിട്ടുക, അതായത് ഓഫീസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന അലവൻസാണ്. These types of special allowances are incurred to meet the expenses for the performance of duties of an officer. ഓക്കെ, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കിട്ടുന്ന അലവൻസാണ് നമ്മൾ പറഞ്ഞു. സോ സച്ച് അലവൻസസ് ആർ എക്സംപ്റ്റ് അപ് ടു ദ എക്സ്പെൻഡിച്ചർ ആക്ച്വലി സ്പെൻഡ് ബൈ ദ എംപ്ലോയി. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു അലവൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന അലവൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്ര എമൗണ്ടാണ് നമ്മൾ ആക്ച്വലി സ്പെൻഡ് ചെയ്തത്, നമുക്ക് ചിലവാക്കിയത് എത്ര എമൗണ്ടാണ് അത്രയും മാത്രമേ എക്സംഷൻ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എമൗണ്ടിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, അതായത് ഇതിൽ വരുന്ന അലവൻസുകൾ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം.
ട്രാവലിംഗ് അലവൻസ് ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാദമിക് റിസർച്ച് അലവൻസ്, യൂണിഫോം അലവൻസ്. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ പർപ്പസ് ആണ് നിങ്ങൾ ഓർമ്മയുണ്ടാകുക. അപ്പോൾ ഈ ട്രാവലിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാദമിക് റിസർച്ച് അലവൻസ്, യൂണിഫോം അലവൻസ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണോ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അത്രയും മാത്രമേ എക്സംഷൻ ഉണ്ടാവും, ബാക്കിയുള്ളത് ടാക്സബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ട്രാവലിംഗ് അലവൻസിന് ഇപ്പം ഒരു എംപ്ലോയിക്ക് ഒരു 5,000 റുപ്പീസ് കിട്ടിയെന്ന് വിചാരിക്കുക. ട്രാവലിംഗ് അലവൻസ് ആയിട്ട് ഒരു 5,000 കിട്ടി. അപ്പോൾ ഈ 5,000 എംപ്ലോയിക്ക് ചിലവായത് 2,000 ഉള്ളൂ എന്ന് വിചാരിക്കുക. ട്രാവലിംഗ് പർപ്പസിന് ചിലവായത് 2,000 ഉള്ളൂ എങ്കിൽ ബാക്കി 3,000 എന്താ ടാക്സബിൾ ആണ്. 5,000 കിട്ടിയിട്ടുണ്ടല്ലോ, അതിൽ ചിലവായത് 2,000 മാത്രമേ ഉള്ളൂ, ബാക്കി 3,000 ടാക്സബിൾ ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ട്രാവൽ അതിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ദിസ് അലവൻസ് ഈസ് ആപ്ലിക്കബിൾ ടു സപ്ലിമെൻറ്റ് ദ കോസ്റ്റ് ഓഫ് ട്രാവൽ വെൻ എംപ്ലോയി ആർ ഓൺ എ ടൂർ ഓർ ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ഡ്യൂട്ടി ടു അനദർ സിറ്റി. അതായത് എംപ്ലോയീസ് ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടൂറ് പോകുക, അത് ബിസിനസ് ടൂർ, ഓഫീസ് ടൂർ, ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ടൂറൊക്കെ പോകുന്ന സമയത്ത് അന്നേരത്തെ ട്രാവലിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസാണ് ഈ ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, രണ്ടാമത്തെ കൺവെയൻസ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഗതാഗതത്തിന് വേണ്ടിയിട്ട് തന്നെ കൊടുക്കുന്നതാണ്, അതായത് ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺവെയൻസ് അലവൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ താമസ സ്ഥലത്ത് നിന്ന് ജോലി സ്ഥലത്തേക്കുള്ള യാത്ര ഉണ്ടല്ലോ, അതിൻ്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് കൺവെയൻസ് അലവൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രാവലിംഗ് അലവൻസും കൺവെയൻസ് അലവൻസും ഇവിടെ ഡിഫറെൻ്റ് ആണെന്ന് ഓർക്കാം. കൺവെയൻസ് അലവൻസ് പറഞ്ഞാൽ ജോലിപരമായിട്ട് നമ്മൾ ടൂർ പോവുക, അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടി മാറ്റി കൊടുത്തു, അപ്പോൾ ആ സമയത്ത് വരുന്ന ട്രാവലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നതാണ് ട്രാവലിംഗ് അലവൻസ്. കൺവെയൻസ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this is an allowance on the expenses incurred for conveyance from the place of residence of the employee to the place of employment office. ഓക്കെ, താമസ സ്ഥലത്ത് നിന്ന് ജോലി സ്ഥലത്തേക്ക് വരുന്ന ഗതാഗത എക്സ്പെൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കൺവെയൻസ് അലവൻസ്. ഓക്കെ, ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞാൽ ഡെയിലി അലവൻസ് ഇൻക്ലൂഡ് ചാർജസ് ഇൻകേർഡ് ഓൺ എ ഡെയിലി ബേസിസ് വെൻ ഓൺ എ ടൂർ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒഫീഷ്യൽ ടൂർ അങ്ങനെ എന്തെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ടൂർ പോകുന്ന സമയത്ത് എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞാൽ. ഈ ഡെയിലി അലവൻസിൽ ആ ഓരോ ടൂർ പോകുമ്പോൾ ആ ഓരോ ഡേയ്സും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അയാളുടെ ഫുഡ് ആകാം, ഹൗസിങ് താമസത്തിനുള്ള എക്സ്പെൻസ് ആകാം, അങ്ങനെയുള്ള ആ ഓരോ ഡേയും അയാൾക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞാൽ. ഹെൽപ്പർ അലവൻസ് ഉണ്ട്. ഹെൽപ്പർ അലവൻസ് പറഞ്ഞാൽ ഇപ്പോൾ എംപ്ലോയിനോട് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെയും കൂടെ ഹെൽപ്പറായിട്ട് വെച്ചോളാൻ പറയുകയാണെങ്കിൽ അയാളുടെ ആ ഹെൽപ്പറിൻ്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ കൊടുക്കുന്ന അലവൻസാണ് ഹെൽപ്പർ അലവൻസ്. ഓക്കെ, ഒരാൾ ഡ്യൂട്ടി എന്തെങ്കിലും ഓഫീസിൽ ഏതെങ്കിലും ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു ഹെൽപ്പറിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന അലവൻസാണ് അപ്പോൾ എംപ്ലോയിക്ക് ഈ ഹെൽപ്പറിൻ്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസാണ് ഹെൽപ്പർ അലവൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അക്കാദമിക് റിസർച്ച് അലവൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ എക്സംപ്റ്റഡ് അപ് ടു ദ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ റിസർച്ച്. അത് റിസർച്ചിന് വരുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അലവൻസാണ്. യൂണിഫോം അലവൻസ്, നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ യൂണിഫോം ഉണ്ടെങ്കിൽ യൂണിഫോം കമ്പൽസറി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അപ്പോൾ ആ യൂണിഫോമിൻ്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് യൂണിഫോം അലവൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള അലവൻസുകളൊക്കെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമുക്കറിയാം, ഓഫീസ് അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന അലവൻസുകളാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്രയാണ് ആക്ച്വലി സ്പെൻഡ് ചെയ്ത് അത്രയും മാത്രമേ എക്സംഷൻ ഉണ്ടാവും, ബാക്കിയുള്ളത് ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ഈ അലവൻസുകളുടെ പേരുകൾ എപ്പോഴും ഓർമ്മയുണ്ടാവണം, ഈ കാറ്റഗറിയിൽ വരുന്ന അലവൻസുകൾ ഏതൊക്കെയാണ് എന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് അല്ലെങ്കിൽ അലവൻസസ് എക്സംപ്റ്റ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ HR ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ സ്പെഷ്യൽ അലവൻസസ് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ഒഫീഷ്യൽ അല്ലെങ്കിൽ സ്പെഷ്യൽ അലവൻസസ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി അലവൻസസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസ് ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.